സോഷ്യൽ മീഡിയ മുഴുവൻ ലോക മൂവിയുടെ വിശേഷങ്ങൾ അടക്കി വാഴുന്ന ഒരു സമയത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സിനിമയിലെ മികച്ച പെർഫോമറായി മാറിയ നടി കല്യാണി പ്രിയദർശന് അച്ഛൻ ഡയറക്ടർ പ്രിയദർശൻ അയച്ച ഒരു മെസ്സേജ് ശ്രദ്ധേയമായിരിക്കുകയാണ്. വിജയങ്ങൾ തലയിലേറ്റരുത്, പരാജയങ്ങൾ ഹൃദയത്തിലും. യെസ്, സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് വിൽ ബി ദർ. ഓണം എക്സാം കഴിഞ്ഞു, സ്കൂള് തുറന്നു, ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടി. പല രീതിയിലുള്ള മാർക്കുകളായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഹൈ മാർക്ക്, മീഡിയം മാർക്ക്, ലോ മാർക്ക്. പരാജയപ്പെട്ടു പോയ കുട്ടികൾ ഉണ്ടായിരിക്കാം. ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഇത്രയും പരാജയമാണോ ഞാൻ എന്ന് വിചാരിച്ച് ആകെ വിഷമിച്ച ആളുകൾ ഉണ്ടായിരിക്കാം. എന്തിനാണ് ഞാൻ സയൻസ് സ്ട്രീം എടുത്തത്? സ്ട്രീം മാറാൻ ഇനി വല്ല ഓപ്ഷനും ഉണ്ടോ? കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്താൽ പോരായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു! 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+, 8A+, ഫുൾ മാർക്ക്, ഒരുപാട് പ്രതീക്ഷകളുമായി സയൻസ് സ്ട്രീമിൽ വന്ന് ജോയിൻ ചെയ്തു. നമ്മൾ വിചാരിച്ച പോലെയും പ്രതീക്ഷിച്ച പോലെയും ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ഫസ്റ്റ് വി ഹാവ് ടു ആസ്ക് വൈ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കഴിഞ്ഞ വർഷം 10th സ്റ്റാൻഡേർഡിലായിരുന്നു, ഇപ്പം +1ലായിരുന്നു. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ള കണ്ടന്റ് ഡെപ്ത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വരുന്ന പാറ്റേൺ ഓഫ് എക്സാം ഡിഫറെൻ്റ് ആണ്. എക്സാമിനുള്ള മാർക്ക്, ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ സ്കൂൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു പുതിയ ട്രാക്കിലേക്ക് എത്തി വരാനുള്ള ഒരു സമയമാണ് ഇപ്പം നമ്മളുടെ മുൻപിൽ ഉള്ളത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണല്ലേ, ഓണം എക്സാം ഫസ്റ്റ് എക്സാം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ സ്വാഭാവികമായിട്ടും വളരെ നോർമലായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഫീലിങ്സും, അല്ലെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതേപോലെ +1 +2 പഠിച്ച എല്ലാ ആളുകൾക്കും തന്നെ, മിക്ക ആളുകൾക്കും തന്നെ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച പോലെയും പ്രതീക്ഷിച്ച പോലെയും ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? ഏറ്റവും ഫസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. വി ഹാവ് ടു ആസ്ക് വൈ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷം നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലായിരുന്നു, ഇപ്പം നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും കണ്ടന്റ് ഡിഫറെൻ്റ് ആണ്. കണ്ടന്റ് ഡെപ്ത് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, സ്കൂൾ ഒക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ എഴുതുന്ന എക്സാമുകൾ ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. മാർക്സ് ഡിഫറെൻറ്റ് രീതിയിലാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം നിങ്ങൾ SCRT NCRT പലരും പല രീതിയിലുള്ള ബുക്കുകളായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം നമ്മളെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള NCRT എന്ന ഒരു പുതിയ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചേഞ്ചുകളാണ് ഈ ഒരൊറ്റ വർഷം നമ്മൾക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, +1 +2 പഠിച്ച എല്ലാ കുട്ടികൾക്കും ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സ്വാഭാവികമായിട്ടും വളരെ നോർമലായിട്ടും തോന്നുന്ന ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവിടെ സ്റ്റക്കായി പോകാൻ പാടില്ല. നമ്മൾ ആ ഒരു വി ഷുഡ് നോട്ട് ഗോ വിത്ത് ദ ഫ്ലോ. നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ഫ്ലോ ചെയ്ത് നമ്മളുടെ മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്ത് പുതിയൊരു ട്രാക്കിലേക്ക്, നോർമൽ ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. മിസ്റ്റേക്സ് എല്ലാവർക്കും വരും, അത് വളരെ കോമൺ ആണ്. ബട്ട് വി ഹാവ് ടു ലേൺ ഫ്രം ദി മിസ്റ്റേക്സ്. സയൻസ് എടുത്ത് കുടുങ്ങിപ്പോയി ഇനി കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് ഇനി എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ സയൻസ് എടുത്തത് കൊണ്ട് സയൻസ് ടഫാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇതേ സമയം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്ത ആളുകളോട് ചോദിച്ചു നോക്കൂ. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, അയ്യോ കൊമേഴ്സ് ടഫാണല്ലോ, അയ്യോ ഹ്യൂമാനിറ്റീസ് ടഫാണല്ലോ എന്ന്. നിങ്ങളൊന്ന് മുൻ വർഷത്തെ റിസൾട്ടുകൾ അനലൈസ് ചെയ്ത് നോക്കൂ. നമ്മൾ പാസ് പെർസെൻറ്റേജ് നോക്കുമ്പം +2 കുട്ടികളാണ് കൂടുതൽ പാസ്സാവുന്നത്. കൂടുതൽ ഫെയിലിയേഴ്സ്, +2 ഫൈനൽ എക്സാമിന് കൂടുതൽ ഫെയിലിയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമാണ്. സോ ആ കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 2 ഇയേഴ്സിനെ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കുക. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കൊരു അടിപൊളി ബെനഫിഷ്യൽ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ലൈഫിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം പ്ലാൻ ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി
കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ കണക്കാക്കുക, ആൻഡ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അതിൽ കൺസിസ്റ്റൻസി കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, യു ഷുഡ് ട്രസ്റ്റ് മീ, യു ഹാവ് ടു ട്രസ്റ്റ് മീ. നമ്മൾ ഈ ഒരു 2 years പെയിൻ കൊടുക്കാൻ റെഡി ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഈ ഒരു 2 years പെയിൻ കൊടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ആൻഡ് സത്യമായിട്ടും നിങ്ങൾ ആ രീതിയിൽ ഒരു ബെറ്റർ കോളേജിൽ എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ കളർഫുൾ ആയിരിക്കും. നമ്മൾ അതിൻ്റെ ബേസിക്സ് ഇപ്പം തന്നെ ഈ ഒരു 2 years പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള സ്റ്റഡീസ് എല്ലാം വളരെ ഈസി ആയിരിക്കും. ഇതുവരെയുള്ള നിങ്ങളുടെ ഫെയിലിയേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക്, സക്സസ്ഫുൾ ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മാറ്റാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലാണ്. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പോയിന്റ് ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷമാണ്. തൻ്റെ കരിയറിന്റെ ആദ്യഘട്ടങ്ങളിൽ അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കല്യാണി പ്രിയദർശനെ കളിയാക്കിയിട്ടുണ്ട്. സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് നമ്മൾ അതിന് കൊടുക്കുന്ന ടൈമിലും നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടിലും പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റിലുമാണ് കാര്യമിരിക്കുന്നത്. സക്സസ്ഫുൾ ആകണോ അല്ലെങ്കിൽ ഫെയിൽ ആകണോ എന്നത് നിങ്ങളുടെ തന്നെ ചോയ്സ് ആണ്. നിങ്ങൾ എന്താണെങ്കിലും വിജയിക്കാൻ തീരുമാനിച്ചവരാണ് എന്ന് എനിക്കറിയാം. അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.